മരിയ ആവേ മരിയ ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 3-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ രക്ഷാകര സംഭവങ്ങളെയും നമ്മൾ ധ്യാനിക്കുക വഴി നമ്മൾ ഈ ഒരു ആത്മീയ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതൊരു ആത്മീയ ഭക്ഷണമായിട്ടാണ് മരിയൻ വണക്ക പ്രാർത്ഥനയും അതിൻ്റെ അനുധാരികളുമെല്ലാം വരുന്നത്. ഈ ഒരു വണക്കമാസ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ പുണ്യങ്ങളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ആഹ്വാനം എന്ന് പറയുന്നത്. ദൈവമാതാവിൻ്റെ ഈ പിറവിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വണക്ക വായനയിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ദൈവമാതാവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പരലോകത്ത് ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചും ഭൂമിയിലുള്ള ഓരോ മക്കൾക്കും ഉണ്ടായ പ്രതീക്ഷയെപ്പറ്റിയും ഒപ്പം നരകത്തിൽ പിശാചുക്കൾ ഭയന്ന് വിറച്ചതിനെയും പറ്റിയാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമതായിട്ട് പരലോകത്തിൽ ഉണ്ടായ സന്തോഷം. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്: പിതാവായ ദൈവത്തിൻ്റെ മകൾ, പുത്രനായ ദൈവത്തിൻ്റെ മാതാവ്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി. നമുക്കറിയാം, പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള, ഏറ്റവും സ്നേഹഭാജനമായിട്ടുള്ള മകളാണ് ദൈവമാതാവ്. പുത്രനായ ദൈവത്തിൻ്റെ മാതാവാണ് ദൈവമാതാവ്. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവായ ദൈവം, അതായത് ദൈവത്തിൻ്റെ കൃപ, അത് വന്ന് വസിക്കാൻ യോഗ്യമായ ഒരു ഇരിപ്പിടമാണ് ദൈവമാതാവിൻ്റെ ആ ഒരു ഹൃദയവും ശരീരവും മനസ്സും ആത്മാവും എല്ലാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ച് വായിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ അമ്മയുടെ ആ ഒരു പദവിയിലോട്ട് ഉയർത്തപ്പെടാം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിലും 11-ാം അധ്യായം 28-ാം തിരുവചനത്തിലൊക്കെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവവചനം പാലിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ എൻ്റെ അമ്മയും സഹോദരരുമാണെന്ന് ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദൈവവചനം പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നും തിരുവചനത്തിൽ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു ഭാഷ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. റോമാ 1:6. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. യോഹന്നാൻ 2:5 പ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് മാത്രം കാതോർത്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശ്രമം, അതാണ് ഈ മരിയൻ ഉടമ്പടിയെടുത്ത് മരിയൻ വണക്കത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത്. അതായത് തിരുവചനത്തിന് എപ്പോഴും കാതോർക്കുന്നവരാകുക, അത് ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിൽ വരുത്തുന്നവരാകുക. അപ്പോൾ നമുക്കും ഈ ഒരു പദവിയിലോട്ട് ഉയർത്തപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വചനത്തിൻ്റെ അനന്ത സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്.
രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഭൂലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ദൈവമാതാവിൻ്റെ ജനനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവമാതാവിൻ്റെ ജനനം എന്നുള്ളത് അനാദി മുതലുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ ജപമാല പ്രാർത്ഥനയൊക്കെ അത് വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന് യോഗ്യമായ പീഠമായിരിക്കുവാൻ ആദിയിൽ തന്നെ ദൈവം നിശ്ചയിച്ച ആളാണ് ദൈവമാതാവ്. അതുകൊണ്ട് തന്നെ യോവാക്യം അന്ന ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ഈ ഒരു മകൾ ജനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളടക്കമുള്ള ഭൂലോകത്തിലുള്ള എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് ഈ ദൈവമാതാവിൻ്റെ ജനനം. കാരണം രക്ഷകൻ ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവമാതാവിൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ടാണ്. കാരണം ദൈവമാതാവ് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ആ ഒരു ആമേൻ പറച്ചിലാണ് നമുക്കറിയാം ഈശോയുടെ മനുഷ്യാവതാരം ഈ ലോകത്തിൽ നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം, അന്ധകാരത്തിൽ കിടന്നിരുന്ന ഒരു വലിയ ജനതതി ഒരു പ്രകാശ കിരണം എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവമാതാവിൻ്റെ ആ കൺസെൻറ്റോട് കൂടിയിട്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഫിയാത്ത് ആ ഒരു വാക്കിൽ നിന്ന്. അപ്പം നമുക്കറിയാം, നമ്മളും ഉടമ്പടിയിൽ മുന്നേറുന്നവരാണ്. ഇങ്ങനെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുന്ന ഒരുപാട് മക്കളാണ് വാഗ്ദാന പേടകമായ ദൈവമാതാവിനെ അവർ സ്വന്തം ജീവിതത്തിൽ ആവഹിച്ചുകൊണ്ട് ഒത്തിരിയേറെ മക്കൾക്ക് രക്ഷയുടെ അനുഭവം പ്രദാനം ചെയ്യുന്നത്. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഇന്ന് തീരുമാനമെടുക്കണം. പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ വചനത്തിൽ മാത്രം കാതോർത്തുകൊണ്ട്, വചനത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ആ ഈശോയുടെ അമ്മ എന്ന പദവിയിലോട്ട് ഉയർത്തപ്പെട്ടുകൊണ്ട് വാഗ്ദാന പേടകമായ ദൈവമാതാവിനെ കണ്ടുമുട്ടുന്നവരിലെല്ലാം പകർന്നു കൊടുക്കാനുള്ള വലിയൊരു ക്ഷണം കൂടിയിട്ടാണ് ഈ മരിയൻ വണക്കമാസ വായനയും ഈ പ്രാർത്ഥനകളുമെല്ലാം. അപ്പം നമുക്കറിയാം, ഇന്ന് ഈ മരിയൻ ഉടമ്പടി എടുത്ത് 1000 മക്കൾ ഈ കൃപാസനത്തിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ അവരവരുടെ വിഷയങ്ങൾ മാത്രമല്ല, ആർക്കൊക്കെ വേദനയുണ്ട് അവരുടെ എല്ലാം അടുത്തു പോയി കടന്നു ചെന്ന് തങ്ങൾക്ക് കിട്ടിയ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായാലും പത്രമായാലും കാരുണ്യപ്രവർത്തികളിലൂടെ ആയാലും എല്ലാം ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള വലിയൊരു പ്രേക്ഷിത വെളിയുമായിട്ടാണ് ഓരോ മക്കളും മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വണക്കവായന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാനുള്ള വലിയൊരു തീരുമാനമെടുക്കാം. അപ്പോൾ നമുക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടാവും. മൂന്നാമതായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നരകം ഭയന്ന് വിറച്ചതിനെ പറ്റിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കും, അവൻ നിൻ്റെ തകല തകർക്കും. അപ്പം നമുക്കറിയാം, നാരകീയ ശക്തികളുമായിട്ടുള്ള പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ ജയം ഉറപ്പാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക എന്ന സംസ്ഥാനത്ത് നിന്ന് 2 വ്യക്തികൾ, അതായത് അമ്മയും മകളുമാണ്, ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്: കൃപാസനത്തിൽ വന്ന് ഇത്രയും ദൂരം വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത് വഴി 5 തലമുറയിലെ ശാപമാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയതെന്നാണ് അവർ പറഞ്ഞത്. അത് അവർ വ്യക്തമായ എവിഡൻസോട് കൂടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാം, പിതാക്കന്മാരുടെ പാപങ്ങൾ ഒരിക്കലും മക്കൾ വിശുദ്ധിയോടുകൂടി വ്യാപരിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് വ്യാപിക്കത്തില്ല. കാരണം മാമോദീസ എന്ന വലിയ കുദാശ വഴി നമ്മൾ ഉത്ഭവഭാവം ഉണ്ടെങ്കിൽ അതും കർമ്മദോഷം എല്ലാം നീക്കി നമ്മളെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന ഒരു കുദാശയാണ് മാമോദീസ. ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ സഹോദരങ്ങൾ അക്രൈസ്തവരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ആഭിചാര പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ആ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനിങ്ങനെ ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ അത് അരിയാണെന്ന് എഴുതി വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴാണ് അതെല്ലാം പുഴുവായിട്ട് മാറും. അപ്പോൾ ആദ്യം ഞാനിത് എൻ്റെ ബന്ധുക്കളോട് പറയുമ്പോൾ അവർ നിനക്ക് തലയ്ക്ക് വട്ടാണെന്നാണ് അവർ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തിയത്. പിന്നീട് അവർ വീട്ടിൽ വന്ന് ഈ കാഴ്ച നേരിട്ട് കണ്ടു. എടുക്കുന്ന പാത്രം ചോറ് കഴിക്കാൻ എടുക്കുമ്പോൾ അത് പുഴുവായിട്ടാണ് ഇരിക്കുന്നത്.
ഇത്തരത്തിലുള്ള പൈശാചിക തിന്മകളുടെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് മരിയൻ ഉടമ്പടി ഒറ്റ പ്രാർത്ഥന വഴിയാണ് ഈ 5 തലമുറയിലെ ശാപം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ ഈ അമ്മയും മകളും കർണാടകയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സാക്ഷ്യമല്ല, അനേകം മക്കളാണ് സാത്താൻ്റെ ചങ്ങലകൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വഴി ഞങ്ങളുടെ കുടുംബത്തിൽ പൊട്ടിച്ചിതറിയത്. അത് പരിശുദ്ധമ്മ പൊട്ടിക്കുന്ന ശബ്ദം വരെ ഞങ്ങൾ കേട്ടു എന്നൊക്കെ ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കും അറിയാം, നമ്മളൊക്കെ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക സംരക്ഷണമാണ് നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്കും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വസ്തയോടുകൂടി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവമാതാവിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ മരിയൻ മിഷൻ പോരാളികളാകാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ വണക്കമാസ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദുഃഖകരമായ ദൈവരഹസ്യം. ഒന്നാം രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ
പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം വിയർത്തുനിന്ന് ധ്യാനിക്കാം. അമ്മേ മാതാവേ, ഈ രഹസ്യം ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം വെച്ച് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. മരിയ ജോൺ, കൊല്ലം. ഇമ്മാനുവൽ ജോണിന് നല്ലൊരു ഭാവി ജോലി കിട്ടുവാനായിട്ട്, ആ മകൻ്റെ ജോലിയിൽ എല്ലാ പ്രയാസങ്ങളും മാറിയിടുവാൻ, സ്വന്തമായി ഒരു ഭവനം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥന യാചിക്കുന്നു. തസീവ്, സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയോ ഭവനമോ ഇല്ല. അത് വാങ്ങുന്നതിന് മാതാവെ സഹായിക്കണമേ. നല്ലൊരു ജോലി തന്ന് ആ മകനെ അനുഗ്രഹിക്കണമേ. പൊന്നമ്മ, ധന്യാലയം. അമ്മേ മാതാവേ, ആ മകൾക്ക് അമ്മയുടെ സാക്ഷിയാകാൻ കഴിയണമേ. ആ മകളുടെ അസുഖം മാറ്റി കൊടുക്കണമേ. എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈസാമ ജോസ്, തോട്ടപ്പള്ളി. ഭർത്താവിൻ്റെ എല്ലാ അസുഖങ്ങളും മാറ്റിയിടുന്നതിന് വേണ്ടിയും മകൾക്ക് നല്ല ദൈവവിശ്വാസവും നല്ല സ്വഭാവവും നൽകുന്നതിന് വേണ്ടിയും അവർക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫിലോമിന മാർട്ടിൻ, ചോറ്റാനിക്കര. മനുവിന് വിദേശത്ത് പോകുവാനുള്ള തടസ്സം മാറുന്നതിന്, മക്കൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള മടി മാറുന്നതിന്, മകൾക്ക് വിവാഹം നടക്കുവാനും മകളുടെ മനസ്സാന്തരം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി മാത്യു, തിരുവാങ്കുളം. മകൾക്ക് IELTS പാസ്സാകുവാനും വിദേശത്ത് പോകുന്നതിന് വേണ്ടിയും മകന് ദൈവവിശ്വാസത്തിൽ നടക്കുവാൻ വേണ്ടിയും ഭർത്താവിന് മനസ്സാന്തരം ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലിയോൺ രമ്യ, വെളിയിൽ, ചെട്ടിക്കാട്. തിരുക്കുടുംബത്തിൻ്റെ പവിത്രതയിൽ ജീവിക്കുവാനുള്ള വേണ്ട കൃപയും കുഞ്ഞിൻ്റെ കാഴ്ചക്കുറവ് മാറാൻ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൽസി മാത്യു, വെള്ളക്കട. മീനുവിൻ്റെ പരീക്ഷയിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയും മിഷാലിൻ്റെ സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും മെൽവിൻ്റെ പഠന വിജയത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആനന്ദ് ക്രിസ്റ്റഫർ, രണ്ടുപറയിൽ, ചമ്പക്കുളം. സ്വഭാവ നവീകരണത്തിനു വേണ്ടിയും ജോലി ലഭിക്കുവാനും വിവാഹം നടക്കുവാനും പ്രാർത്ഥന യാചിക്കുന്നു. അജി ജോസഫ്, പാലക്കാട്. വീട് പണിയുടെ തടസ്സം മാറിപ്പോകാൻ മകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിൻസി, ആലപ്പുഴ. മമ്മിയുടെ ഓപ്പറേഷൻ വിജയകരമായി നടക്കുന്നതിനും ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനും സാധിക്കുന്നതിനായി കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും ഭർത്താവിന് സ്നേഹവും കരുതലും ഉണ്ടാകാനും വേണ്ടിയും സഹോദരൻ്റെ മദ്യപാനം മാറുന്നതിനും രോഗങ്ങളിൽ നിന്നും സൗഖ്യം ഉണ്ടാകുന്നതിനു വേണ്ടിയും പ്രത്യേകം തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഫാൻസി മോൾ, USA. ആരോഗ്യം, ആയുസ്, ബിസിനസ്സിൻ്റെ ഉയർച്ച, മകളുടെ കുഞ്ഞിന് ആരോഗ്യമായി ഇരിക്കാനും പ്രാർത്ഥിക്കുന്നു. ആൻ മരിയ. ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാൻ, സ്ഥിരമായ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും കടബാധ്യത മാറുവാനും വേണ്ടി പ്രാർത്ഥന യാചിക്കുന്നു. ആൻസി ജോസ് തോമസ്, USA. ആരോഗ്യവും ആയുസ്സും സമാധാനം നിറഞ്ഞ കുടുംബജീവിതത്തിനായും ജോലി കയറ്റത്തിനായും പ്രാർത്ഥിക്കുന്നു. വിനി, USA. കുഞ്ഞുങ്ങളുടെ ഫോണിൻ്റെ ദുരുപയോഗം മാറുവാനും ജോലി കയറ്റം നൽകുവാനും സാമ്പത്തിക ഉയർച്ച കൊണ്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിജിത്ത് സെബാസ്റ്റ്യൻ, അർത്തുങ്കൽ. വിദ്യാഭ്യാസം തടസ്സം ഇല്ലാതെ നടക്കാനും അനുസരണയുള്ള ദൈവഭക്തിയുള്ള മകനായി ജീവിക്കാൻ വിജ്ഞാനവും അനുസരണയും ദൈവഭയം ഉണ്ടാകുവാനുമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ ആമേൻ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴെ നീക്കൂ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരകാരം ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആമേൻ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ കുടുംബങ്ങളെ, വ്യക്തികളെയും നമുക്ക് പ്രാർത്ഥിക്കാം. റിനി തോമസ്. കുടുംബത്തിൽ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ, മക്കൾ പഠനത്തിൽ ഉത്സാഹമുള്ളവരാകാൻ, ഭർത്താവിൻ്റെ അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ. അഖിൽ വീൽഫ്രഡ് കൂട്ടുങ്കൽ പുന്നപ്ര. ക്ലർക്ക് പരീക്ഷ വിജയിച്ച് ഉയർന്ന റാങ്കോടെ സർക്കാർ ജോലി ലഭിക്കുന്നതിന്, ആത്മീയതയിൽ കൂടുതൽ പ്രാർത്ഥിച്ച് വളരാനും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ. ക്രിസ്തു കേന്ദ്രീകൃതമായ വിവാഹ ജീവിതം ലഭിക്കുന്നതിന്, മെർലിൻ ജോർജ് വൈക്കം. കുടുംബസമാധാനം, പരീക്ഷാ വിജയം, സ്ഥലം വാങ്ങുവാൻ. മരിയ മാത്യു കുരിശിങ്കൽ. ജോലി ലഭിക്കുന്നതിന്, സ്വഭാവ വിശുദ്ധീകരണത്തിന്, കുടുംബസമാധാനത്തിന്. എഡ്വിൻ. +2 പരീക്ഷയിൽ ഉയർന്ന വിജയം ലഭിക്കുന്നതിന്, +2 റിസൾട്ട് ജൂൺ മാസം ലഭിക്കുന്നതിന്, ഞാൻ ആഗ്രഹിക്കുന്ന 2 വിഷയങ്ങളിൽ 90-ന് മീതെ മാർക്ക് ലഭിക്കുന്നതിന്,
എനിക്ക് നന്നായി പഠിക്കാനുള്ള കഴിവും നല്ല ഓർമ്മശക്തിയും ലഭിക്കുന്നതിന്. റോസ്ലി ജോയി, നീറിക്കോട്. സഹോദരിയുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനത്തിന് വേണ്ടി, മകന് ഒരു വീട് വാങ്ങിക്കാനുള്ള അനുഗ്രഹത്തിനായി. ജെൻസി യേശുദാസ്, തൈപ്പറമ്പിൽ, വൈപ്പിൻ. ജോലി വിദേശത്ത് എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് നല്ല സാലറിയോടുകൂടി ശരിയാക്കി ലഭിക്കുന്നതിന്. വീട് പണിയാനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതിന്. മക്കളുടെ ഫോൺ അഡിക്ഷൻ മാറ്റി അവർ ദൈവഭക്തിയിൽ വളരുവാൻ. കൊച്ചുറാണി, അലേദ് ഹൗസ്. ഏഞ്ചൽ മോളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യം, വിടുതൽ. കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും കത്തോലിക്കനായ വ്യക്തിയെ വിവാഹം കഴിക്കുവാനും മോളും ഞാനും ആത്മാർത്ഥമായി സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ. ബേസിൽ അക്കരയ്ക്ക് പോകാൻ പ്രാർത്ഥിക്കണമേ. സ്ഥലം വിൽക്കാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാൻ. ലാലി, രോഗസൗഖ്യം ലഭിക്കുവാൻ. കിടക്കുന്ന സ്ഥലം വിൽക്കുന്നതിനും വേറെ വാങ്ങുന്നതിനും. മദ്യപാനം മാറുന്നതിന്. ആകാശ് ജോൺസൺ, എറണാകുളം. B2 എക്സാം മൊഡ്യൂൾ അൺപാസ് ആയി എത്രയും പെട്ടെന്ന് ജർമ്മനിയിൽ പോകാൻ അനുഗ്രഹിക്കാൻ. ഉടമ്പടിയിൽ വരണം. വളരെ കുറച്ച് നിൽക്കുവാനുള്ള അനുഗ്രഹം വേണം. കടം വീടാനുള്ള അനുഗ്രഹവും മാതാപിതാക്കൾക്ക് ആരോഗ്യവും ലഭിക്കുന്നതിന്. ബീനായസ്, ദേവഗീതം, കൊല്ലം, പറവൂർ. എൻ്റെ ഭർത്താവിൻ്റെ വോക്കൽ കോഡിൽ വന്ന ഗ്രോത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും കൂടാതെ മാറിപ്പോകാൻ. കടബാധ്യത മാറിക്കിട്ടുന്നതിന്. മകൾക്ക് ജോലി ലഭ്യമാകുന്നതിന്. NC ആൻ്റണി എന്ന മകന് പൂർണ്ണമായി രോഗം മാറുന്നതിന്. ആൻസൺ എന്ന മകന് ഫുൾ ടൈം ജോലി ലഭിക്കാൻ. എൻ്റെ മൂത്ത മകന് കുടുംബവും ജോലി ലഭിക്കാനും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും കുടുംബം സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടി. ഷീബ, UK. അഗസ്റ്റിൻ, 2 GSC എക്സാം സെയിമസ് SSLC. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നന്നായി എഴുതുവാൻ. ജോലിയിൽ അനുഗ്രഹമുണ്ടാകുവാൻ. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനും മകൾ അനുഗ്രഹിക്കപ്പെടുവാനും വേണ്ടി. സോണിമോൾ, കക്ഷത്തിലെ കുരു മാറാനും ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ. കുഞ്ഞുങ്ങൾ 3 പേരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്. ഞങ്ങളുടെ കുടുംബം അമ്മയുടെ നീല അങ്കിക്കുള്ളിലായിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അച്ഛൻ്റെ അസുഖം മാറുന്നതിന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് യേശുമിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജിൻസി ഷിജോയ്ക്ക് കലയിൽ വേണ്ടി പ്രാർത്ഥിക്കാം. ബാങ്ക് ലോൺ എത്രയും പെട്ടെന്ന് ശരിയായി മെയ് മാസത്തിൽ തന്നെ ആധാരം നടക്കുന്നതിന് വേണ്ടിയും മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോബി മോൻ ചേർത്തല പുതിയ ജോലി ലഭിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാനും മകൾക്ക് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. റോസമ്മ മാത്യു തിരുവല്ല, ബീനും റിച്ചുവിനും ഒരു കുഞ്ഞിനെ മാതാവ് നൽകുവാൻ കരുണാകണം ആകുവാനും കുടുംബസമാധാനം തരുവാനും കുടുംബത്തിൽ ഭിന്നിച്ചു ജീവിച്ചിരിക്കുന്നവരെ ഒക്കെ കൂട്ടിച്ചേർക്കുവാനും വിൽക്കാനുള്ള തോട്ടവും വീടുമൊക്കെ വിറ്റും പോകുവാനും അമ്മ മാധ്യസ്ഥം വഹിക്കുവാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബേബി പി ഡി മലയാറ്റൂർ മകളുടെ വിവാഹം നടക്കാൻ, മകന് ജോലി ലഭിക്കാൻ, കാലുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോബി എ പി എറണാകുളം രോഗശാന്തിക്ക് വേണ്ടിയും വിശുദ്ധിയും വിശ്വസ്തതയും ഉണ്ടാവുന്നതിനും ദൈവവചനം വായിക്കുന്നതിന് ദൈവഭക്തിയിൽ തീക്ഷ്ണത ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൈക്കിൾ കുമരകത്ത് വൈക്കം കടം മാറുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിന് മകൻ്റെ മുട്ടിൻ്റെ പ്രശ്നം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസഫ് പി റീറ്റ പപ്പായുടെ ക്യാൻസർ സുഖം പ്രാപിക്കാൻ, അമ്മയുടെ നടുവിന് തേയ്മാനം മാറാൻ ജോസഫ് റീച്ചയ്ക്ക് സൗഖ്യം നൽകുവാനും പ്രാർത്ഥിക്കുന്നു. നിർമ്മല ജേക്കബ് കിടങ്ങര
അമ്മേ മാതാവേ, മകൾക്ക് PGക്ക് നല്ല കോളേജ് അഡ്മിഷൻ ലഭിക്കാനും താലൂക്കിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാനും 2 തടസ്സങ്ങൾ മാറി സ്ഥലം വിൽക്കുവാനും മകൾക്ക് HLM PHO പൂർത്തിയായി ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആനി ബെന്നി, സ്റ്റീഫന് ബിടെക് പാസ്സാകുന്നതിന് ജോലി ലഭിക്കുന്നതിനും നല്ല ഭാവി ഉണ്ടാകുന്നതിനും ആരോഗ്യം ലഭിക്കുന്നതിനും ചിച്ചുവിന് പ്രസവം സുഖമാവുന്നതിന് സുഖപ്രസവം ലഭിക്കുന്നതിനും ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജോയ് ബോംബെ, ജാനറ്റിൻ്റെ കല്യാണം നന്നായി നടക്കുന്നതിനും കുടുംബത്തിലെല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനും ആനിക്ക് അയർലൻഡിലേക്കുള്ള വിസ എത്രയും വേഗം ശരിയാകുന്നതിനും രോഗങ്ങളെല്ലാം മാറി ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഉഷ അഗസ്റ്റിൻ, ആൽഫ്രഡ് മൃദുല എന്നീ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും മൃദുലയുടെ യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ ശരിയാകുന്നതിന് വേണ്ടിയും ആൻഡ്രിൻ ജോയ്സി എന്നിവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ സ്റ്റാൻസ്ലസ്, തൃശ്ശൂർ, ഒരു ജോലി ലഭിക്കുന്നതിനും കഴുത്തിലെ കഴലയുടെ ബയോപ്സി റിസൾട്ട് നോർമലാക്കി തരുവാനും അമ്മയുടെ അനിയൻ്റെ മദ്യപാനം മാറ്റിത്തരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അലൻ ഷാജീസ് വൈറ്റില, ആത്മീയതയിൽ കൂടുതലായി ആഴപ്പെടാനും നല്ല ഒരു ജോലി ലഭിക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. വിൻസി ഡെന്നിസ് വലിയന്തര, പൊന്നുരുത്തി, വീടും സ്ഥലവും രജിസ്ട്രേഷൻ മാറുന്നതിന് വേണ്ടി കുടുംബസമാധാനം ലഭിക്കുന്നതിനും കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിസ്ന ലിൻസൺ, മെയ് 26 ജർമ്മൻ B1 എക്സാം നന്നായി എഴുതുവാനും പറയുവാനും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ബുദ്ധിയും ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും ജർമ്മനിയിൽ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് കയറുവാൻ സാധിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കൂ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോമിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. അയോണ മാത്യു കാര്യമറ്റം. നല്ലൊരു ജോലി, ശാരീരികവും മാനസികവുമായ എല്ലാ അസുഖങ്ങളും മാറുന്നതിനും ദൈവത്തിൻ്റെ മകളായി വളരുന്നതിനും വേണ്ടി. അജേഷ് മാത്യു മുണ്ടക്കയിലിൽ മകനെ ഒരു വിശ്വാസിയായി വളർത്തുന്നതിനും നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുന്നതിന് അമ്മയുടെ ഇഷ്ടം പോലെ വഴി നടത്തണമേ. മേഴ്സി ഷൈജു, മെറിൻ, മെൽബിൻ, മിലാൻ എന്നിവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ജീവിത വിശുദ്ധിക്കും വേണ്ടി, ആരോഗ്യപരമായ എല്ലാ നിയോഗങ്ങൾക്കും കുടുംബസമാധാനത്തിനു വേണ്ടി. ജോസ് കുട്ടി കെ.എ. ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ 21/4/2024 UK പോകുന്ന യാത്ര ദൈവാനുഗ്രഹപ്രദം ആകുവാൻ. റീന വർഗീസ്, വാലയിൽ. ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന്, പ്രാർത്ഥനയിലായിരിക്കുന്നതിന്, ദൈവത്തിൻ്റെ സംരക്ഷണം കുടുംബത്തിലുണ്ടാകുവാൻ. രാഹുൽ ഇടവന, കണ്ണ് സുഖമാകാൻ, മരുന്ന് ഫലിക്കാൻ, ജോലി കിട്ടാൻ, പഠനം പൂർത്തീകരിക്കാൻ. സാറാമ, ആലപ്പുഴ. നാളെ നടക്കുന്ന മരിയയുടെ ഇൻ്റർവ്യൂ വിജയിച്ച് സ്പോൺസർ വിസ ലഭിക്കുന്നതിന്. മിനി രാജു, ആലുവ. രോഗസൗഖ്യം, കടബാധിത, ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിൽക്കുന്നതിന്. റോയ്, ആലുവ. രോഗസൗഖ്യം. എബിൻ റോയ്, ആലുവ. സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം. ഡോളി, ഓസ്ട്രേലിയ. ക്രിസ്റ്റയുടെ പഠനവും വിവാഹവും, പങ്കാളിക്ക് രോഗസൗഖ്യം, പങ്കാളി മലയാളിയായ ഈശ്വരവിശ്വാസിയാകുവാൻ. സാലി, ഓസ്ട്രേലിയ. ജീവിത പങ്കാളിയുടെ മദ്യപാനം, പുകവലി എന്നിവയിൽ നിന്നുള്ള വിടുതൽ. മകൻ സിയോൾ, മകൾ ലിൻ. മലയാളിയായ ദൈവസ്നേഹമുള്ള പങ്കാളികളെ ലഭിക്കുന്നതിന്, രോഗസൗഖ്യം ലഭിക്കുന്നതിന്. ഷിജി, മൂന്നാർ. പങ്കാളിക്ക് തൈറോയിഡിൻ്റെ സൗഖ്യം ലഭിക്കുന്നതിന്. ചേച്ചി ഷീനയുടെ സ്ഥലം വിൽക്കുന്നതിന്. മക്കൾ 3 പേരും മൂന്ന് പേരെയും അമ്മ കാത്തുകൊള്ളണമേ. മരിയ തോമസ്, അങ്കമാലി. മെയ് 24 CA ഫൈനൽ എക്സാമിൻ്റെ വിജയത്തിന്, ജോലി, കസിൻ്റെ തിരുപ്പട്ടം എന്നിവ.
സുനിൽ കുമാർ ആലുവ. ഭവനത്തിൻ്റെ പ്രമാണം മെയ് 15 മുൻപ് ലഭിക്കുന്നതിന്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശുമിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറക്കപ്പെട്ടു ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന നിയോഗം സമർപ്പിച്ച എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രവീണ, കോട്ടയം. ജോലി ലഭിക്കുന്നതിന് വേണ്ടി മക്കൾക്ക് രണ്ടുപേർക്കും പഠനവും വിജയവും ഉണ്ടാകുവാൻ പങ്കാളിക്ക് സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ലത ബേബി, ഗുജറാത്ത്.
മോൾക്ക് ബാങ്ക് ജോലി ലഭിക്കുവാനായിട്ട്. മോന് ആകാശ് ACCA 4 വിഷയത്തിനും വിജയം ലഭിക്കുവാൻ. നാട്ടിലെ വസ്തുവിൻ്റെ പട്ടയം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീതി രാജു, ഗുജറാത്ത്. മോൾ കാവ്യ രാജുവിന് വേണ്ടിയും ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് പഠനവും വിജയവും ജോലിയും ലഭിക്കുവാൻ, കടബാധ്യത മാറിയിടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിൻസി മാത്യു, കല്യാണം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാജൻ, സ്പോൺലൈറ്റിസിൻ്റെ അസുഖമുള്ള മകൻ്റെ കഴുത്തിൻ്റെയും കൈയുടെയും വേദന പൂർണ്ണമായി മാറിയിടുവാൻ അമ്മയുടെ മധ്യസഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. റൂബൻ, നല്ലവണ്ണം പഠിക്കുവാനും ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങളും എടുത്തു മാറ്റുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. മനഞ്ച, മുട്ടുവേദന മാറ്റിയിടുവാൻ പ്രാർത്ഥിക്കുന്നു. ലവ്ലിയുടെ സുഖപ്രസവം നടക്കുവാനായിട്ടും പ്രാർത്ഥിക്കുന്നു. റോസ്മേരിയുടെ വിസ കിട്ടുവാനും സജിനിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ജോലി ലഭിക്കുന്നതിനും സജിനി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിനും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറുന്നതിനു വേണ്ടിയും അമ്മയുടെ മാധ്യസഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നീന ജോൺസൺ, കൊച്ചുവരക്കൽ, പാല. മക്കൾ കുടുംബ പ്രാർത്ഥന കൂടുവാനും വിശുദ്ധിയിൽ വളരുവാനും ഭർത്താവിന് രോഗസൗഖ്യം നൽകി ആയുസ് നൽകുവാനും ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീപ വില്ല, കുവൈറ്റിലെ എല്ലാ കടങ്ങളും വീട്ടുവാൻ വഴികാട്ടിടുവാനായിട്ട്, അമ്മയുടെ ബാല്യമുറിവ് സുഖപ്പെടാനും വരുമാനം വർദ്ധിച്ച സാമ്പത്തിക മേഖല മെച്ചപ്പെടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീനു, ദുബായ്. നഷ്ടപ്പെട്ട ജോലിയുടെ സ്ഥാനത്ത് മറ്റൊരു നല്ല ജോലി നൽകി അമ്മയുടെ അനുഗ്രഹത്തിനായി കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നു. വിവാഹിതയായ നീനുവിന് സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിജിത്ത് സെബാസ്റ്റ്യൻ, അർത്തിങ്കൽ. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടക്കാൻ, അനുസരണമുള്ളവൻ ദൈവഭക്തിയുള്ള മകനായി ജീവിക്കാൻ, വിജ്ഞാനവും അനുസരണയും ദൈവഭക്തിയും നിറയുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിജിൻ, നാളെ 2 മണിക്ക് നടക്കുന്ന ജർമ്മൻ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനു പൗലോസ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനും സഹോദരങ്ങളുടെ നല്ല ജീവിതത്തിനു വേണ്ടിയും അനിയത്തിക്ക് UK പോകാൻ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു പൗലോസ്, ഇടക്കുഴിയിൽ, പിറവം. ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും മക്കൾ വഴിതെറ്റി പോകാതെ നല്ല രീതിയിൽ വളർന്നു വരുവാനും നല്ലൊരു ജോലി കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനന്യ അറക്കൽ, തൃശ്ശൂർ. ഡൗൺസ് സിൻഡ്രോം എന്ന ജനിതക വൈകല്യത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം, ആരോഗ്യം ലഭിക്കുന്നതിനും കാഴ്ചശക്തി ലഭിക്കുന്നതിനും സംസാരശേഷി ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതിനും കുഞ്ഞിന് ദീർഘായുസ്സായി വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാവിത്രി അറക്കൽ, തൃശ്ശൂർ. 35 വർഷമായ സ്ഥലത്തിൻ്റെ അതിർത്തി തർക്ക കേസ് അനുകൂലമായ വിധി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിറ്റ് കടബാധികൾ ലോൺ തീർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ട്രീസ AJ, സൗദി അറേബ്യ. നാളെ നടക്കുന്ന OET എക്സാമിൽ കർത്താവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ പ്രാർത്ഥിക്കുന്നു. യാത്രയിലെ അപകടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞ് ആൻഡോസ് ഋഷൻ പരിസ്ഥലമാവിൽ നിറയാനും പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം ധ്യാനിക്കാം. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. ജപമാല സമർപ്പണം. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ചേർന്ന് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 3-ാം ദിനം. ദൈവമാതാവിൻ്റെ പിറവി. 1. പരിശുദ്ധ കന്യാമറിയം പിറന്നാളിൽ പരലോകത്തിൽ സന്തോഷം, ഭൂലോകത്തിൽ പ്രതീക്ഷയും. 3. നരകത്തിൽ ഭയവുമുണ്ടായി. ആദ്യം, പരിശുദ്ധ കന്യാമറിയം പിറന്ന നേരത്തിൽ മറ്റുള്ള സ്ത്രീജനങ്ങളെക്കാൾ ഉന്നതയായിരുന്നതിനാൽ ത്രിത്വത്തിൻ്റെ മൂന്നാളുകളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ കുഞ്ഞിനെ ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നു. പിതാവായ ദൈവം തൻ്റെ അധിക സ്നേഹത്തിന് പാത്രമായ കുമാരിയായും പുത്രനായ ദൈവം മനുഷ്യാവതാരം ചെയ്യാനുള്ള തൻ്റെ മാതാവായും പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ വരപ്രസാദത്തിന് യോഗ്യമായ ആലയമായും കൃപാകടാക്ഷത്തോടെ ഈ ശിശുവിനെ പാലിച്ചു കൊണ്ടുവന്നു. അത്ഭുത സൃഷ്ടിയായ ഈ ശിശു പിറന്ന ക്ഷണത്തിൽ തന്നെ
തങ്ങൾക്കു രാജ്ഞിയായി ഭവിക്കുമെന്ന സന്തോഷത്തോടെ ദൈവദൂതന്മാർ ഈ കുട്ടിയെ സ്തുതിച്ച് നമസ്കരിക്കാനും കൊണ്ടാടുവാനുമായി സംഘം ചേർന്ന് വന്നിരുന്നു. സർവേശ്വരൻ ഈ കന്യകയുടെ നേരെ പ്രദർശിപ്പിച്ച സ്നേഹം വേണ്ട പോലെ അറിയുന്നതിനും ഈ മാതാവിനെ പിഞ്ചൊല്ലുന്നതിനും നാം ശ്രമിക്കണം. പിറന്ന സമയത്തിൽ തന്നെ ഈ നാഥയ്ക്ക് നൽകപ്പെട്ട വരപ്രസാദത്തിൻ്റെ ആധിക്യം കണ്ട് നാം മാലാഖമാരുടെ കൂടെ സന്തോഷിച്ചു. ഇന്നു മുതൽ മരണപര്യന്തം ഈ രാജിയുടെ സങ്കേതം പ്രാപിച്ച് ജീവിപ്പാൻ പ്രത്യേകം താൽപ്പര്യപ്പെടുകയും വേണം. രണ്ടാമത്, സർവേശ്വരൻ ആദ്യ മനുഷ്യനോട് ചെയ്ത വാഗ്ദാനത്തിന് തക്കവണ്ണം മനുഷ്യരെ വീണ്ടും രക്ഷിപ്പാൻ ഒരു രക്ഷകൻ വരുമെന്ന് ഏറ്റവും വലിയ ആശയോടെ 4000 വർഷം വരെയും പൂർവ്വപിതാക്കന്മാർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കയിൽ പാപത്താൽ പിശാചിൻ്റെ ക്രൂരദാസ്യത്തിൽപ്പെട്ട നിർഭാഗ്യരായ മനുഷ്യരെ രക്ഷിപ്പാനുള്ള നേരം അടുത്തപ്പോൾ ഭൂമിക്ക് പ്രകാശവും ഫലവും കൊടുക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉദയകാല നക്ഷത്രം കാണപ്പെടുന്നത് പോലെ പാപാന്ധകാരം നീക്കി ആത്മീയ പ്രകാശം വീശുന്ന നീതിസൂര്യനായ ഈശോയുടെ വരവ് സൂചിപ്പിച്ചുകൊണ്ട് ഉഷകാല നക്ഷത്രമായ കന്യകാമറിയം പിറന്നുവെന്ന് അവർ അറിഞ്ഞ് രക്ഷിതാവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ചിന്തിച്ച് മനദൃഷ്ടി പ്രാപിക്കുകയും ചെയ്തു. നാമും സ്നേഹത്തിന് യോഗ്യയായ ദേവമാതാവിൻ്റെ പിറവിയെ വിചാരിച്ച് നമ്മുടെ നാഥയോട് തക്ക വണക്കവും സ്നേഹവും പ്രദർശിപ്പിക്കുകയും ഈ അമ്മയുടെ സഹായവും തുണയും പ്രാർത്ഥിക്കുകയും വേണം. മൂന്നാമത്, നരകസർപ്പമാകുന്ന പിശാചിൻ്റെ തല തകർക്കുന്നതിനായി ആദ്യങ്കിൽ തന്നെ സർവീസിനാൽ നിയമിക്കപ്പെട്ട കന്യക ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു പിറന്നതിനെ കണ്ട് അവൻ എത്രയോ സങ്കടപ്പെട്ടു. ഉത്ഭവിച്ച ക്ഷണത്തിൽ തന്നെ ഈ ശിശുവിന് പരമപിതാവായ ദൈവം കൊടുത്തരുളിയ വരപ്രസാദങ്ങളും വരങ്ങളും കണ്ട് പിശാചിനുണ്ടായ വൈര്യം എത്രയെന്ന് പറഞ്ഞറിയിപ്പാൻ പ്രയാസം. മനുഷ്യ സന്തതിയുടെ ശത്രുവായ പിശാച് അവന് സംഭവിച്ച നിർഭാഗ്യത്തിൽ മനുഷ്യരെ അകപ്പെടുത്തി തനിക്കടിമയാക്കി നരകത്തിൽ വീഴിപ്പാൻ വളരെ പ്രയത്നിക്കുന്നു. എന്നാൽ മനുഷ്യരക്ഷകനായ ഈശോമിശിഹായുടെ തിരുമാതാവായ ഈ കന്യക പിശാചിൻ്റെ തല തകർത്തതിനാൽ അവൻ്റെ ശക്തി പൂർവാധികം കുറഞ്ഞുപോയി എന്നതിന് സംശയമില്ല. അതുകൊണ്ട് നാം എല്ലാവരും ബലഹീനരായ പിശാചിനെ ഭയപ്പെടാതെ പരീക്ഷ വരുന്ന സമയത്തിൽ അതിന് ജയിപ്പാൻ തക്കവണ്ണം പരിശുദ്ധ കന്യകയോട് ഏറ്റവും വലിയ ആശയോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. ദൃഷ്ടാന്തം. 1830 ആണ്ടിൽ പാരീസ് നഗരിയിൽ ഭക്തിയുള്ള ഒരു കന്യകയും ഉണ്ടായിരുന്നു. അവൾ ഏറിയ നാളായി സർവീശ്വരന് ഇഷ്ടമാംവണ്ണം ജീവിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ഭിക്ഷക്കാർക്കും രോഗികൾക്കും മറ്റ് അഗതികൾക്കും ദാനം ചെയ്യുന്നതിലും അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിലും നല്ല മനസ്സും തഴക്കവും കൂടി അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ആ പുണ്യവതി ധ്യാനിച്ചു കൊണ്ടിരിക്കയിൽ ജന്മപാപമില്ലാതെ ഉദ്ഭവിച്ച മാതാവിൻ്റെ പ്രകാശത്തോടു കൂടിയ ഒരു പടം ആകാശത്തിൽ നിന്ന് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ തിരുപ്പടത്തിൽ പരമനായികയുടെ കൈകളിൽ നിന്ന് പ്രകാശമുള്ള കതിര് വീശുകയും അപ്പോൾ തന്നോട് നേരിട്ട് പറയുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാവുകയും ചെയ്തു. ഈ കതിരുകൾ ദൈവമാതാവ് മനുഷ്യർക്ക് കൊടുക്കുന്ന ആത്മീയ വരങ്ങളുടെ അടയാളമാണ് എന്നായിരുന്നു ആ സ്വരം. അപ്പോൾ ആ പടത്തെ ചുറ്റി തങ്കവർണ്ണത്തിൽ എഴുതപ്പെട്ടിരുന്ന വാക്യമായത്: ജന്മപാപമില്ലാതെ ഉദ്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങേ സങ്കേതത്തിൽ ഓടിവരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആ വാക്യം വായിച്ചു തീർന്ന ശേഷം ആ പടം താനെ തിരിയുകയും മറുവശത്ത് ദൈവമാതാവിൻ്റെ ഉചിതമായ തിരുനാമത്തിൻ്റെ ആദ്യാക്ഷരവും അതിനുമേൽ ഒരു സ്ലീവായും അടിയിൽ ഈശോമിശിഹായുടെ തിരുഹൃദയവും ദൈവമാതാവിൻ്റെ നിർമ്മല തിരുഹൃദയവും പതിഞ്ഞിരുന്നതായി കാണപ്പെടുകയും ചെയ്തു. ആ കന്യക ഇവയെല്ലാം ഭക്തി വണക്കങ്ങളോടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കയിൽ ഈ പടത്തിൻ്റെ മാതൃകയിൽ ഒരു പടമുണ്ടാക്കണം,
ആരെങ്കിലും ആശീർവദിക്കപ്പെട്ട ഈ രൂപം ധരിച്ചുകൊണ്ട് അതിൽ എഴുതിയിരിക്കുന്ന ചെറിയ ജപം ചൊല്ലി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവമാതാവിൻ്റെ വിശേഷമായ അനുഗ്രഹം പ്രാപിക്കും എന്നൊരു അശരീരി വാക്യം വീണ്ടും കേൾക്കപ്പെട്ടു. ഈ ശബ്ദം കേൾക്കപ്പെട്ടതിൻ്റെ ശേഷം ആ കാഴ്ച മറയുകയും ഏറെ താമസിയാതെ തന്നെ ഇതെല്ലാം ആ കന്യക തൻ്റെ ആത്മീയ പിതാവായ ഗുരുവിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അതിൽ ഏതെങ്കിലും കപടത ഉണ്ടായിരിക്കുമോ എന്ന് ഭയന്ന് ഒന്നും പറയാതെയിരിക്കയിൽ വീണ്ടും മുൻ പറഞ്ഞ പ്രകാരം തിരുപ്പടം ആ കന്യകയ്ക്ക് ദർശനമായി. ഒടുക്കമുണ്ടായ കൽപ്പനയായത് ഈ രൂപമുണ്ടാക്കാൻ താമസം ചെയ്യുന്നത് ദൈവമാതാവിന് അനിഷ്ടമായ കാര്യമാകുന്നു. ആ കന്യക അത് മേൽപ്പറഞ്ഞ ഗുരുവിനെ വീണ്ടും അറിയിച്ചു. അദ്ദേഹം മെത്രാൻ്റെ അനുവാദപ്രകാരം അത്ഭുതകരമായി കാണപ്പെട്ട ഈ രൂപത്തിൻ്റെ മാതൃകയിൽ വേറൊരു പടം ഉണ്ടാക്കുകയും കുറേ മാസങ്ങൾക്കിടകൊണ്ട് ആ മാതൃകയിലുള്ള രൂപങ്ങൾ അനേക ലക്ഷം ഉണ്ടാക്കി ലോകമൊക്കെയിലും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുമൂലം എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പാപച്ചെളിയിൽ മുഴുകിക്കിടന്ന അനേകം ആളുകൾ തങ്ങളുടെ ദുഷ്ടത വിടുന്നതിന് മനസ്സിലാതിരുന്നിട്ടും ഈ രൂപം വാങ്ങി ധരിച്ച ഉടനെ മാനസാന്തരപ്പെടുകയുണ്ടായി. ഭേദപ്പെടാത്ത പല വ്യാധികളും ഈ രൂപം വഴിയായി നീങ്ങുകയും സൈന്യത്തിൽ ഏറിയ നാൾ ഭടന്മാർ ഈ രൂപം ഏറ്റവും പൂജ്യതയോടെ ധരിക്കുക മൂലം ഒരാപത്തും കൂടാതെ പോർക്കളത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അനേകം പുണ്യാത്മാക്കൾ പാപത്തിന് ഹേതുവായ സ്ഥലങ്ങളിൽ അകപ്പെട്ടിട്ടും അവയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ, ഈ അത്ഭുതമായ രൂപം മൂലം വരുന്ന ആത്മീയ നന്മകൾ നിങ്ങൾക്കും ലഭിപ്പാൻ തക്കവണ്ണം ഇതിനെ എപ്പോഴും ഭക്തിയോടും പൂജ്യതയോടും കൂടെ ധരിച്ചു കൊള്ളണം. ജപം. സ്നേഹത്തിന് അതിയോഗ്യയായി പിറന്ന കന്യകാമറിയമേ സ്വസ്തി. നീതി സൂര്യനു മുമ്പേ ഉദിച്ച ഉഷകാല നക്ഷത്രമേ സ്വസ്തി. സ്വസ്തി. നീ പിറന്ന നേരത്തെ ഓർത്ത് നിന്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ച് വണങ്ങി സ്തുതിച്ചുകൊണ്ട് എന്നെ മുഴുവനും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എനിക്ക് അക്ഷയമായ ഭാഗ്യം തരാൻ പിറന്നവൾ നീ. സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും ബലഹീനന്മാർക്ക് ശക്തിയും പാപികൾക്ക് സങ്കേതവും സകല നിർഭാഗ്യർക്കും സഹായവും നീ തന്നെ. എന്റെ പാപങ്ങളുടെ കഠിനഭാരവും എന്റെ ആത്മാവിന്റെ അന്ധകാരവും എന്റെ ദുർഗുണങ്ങളും നീക്കി സർവേശ്വരൻ എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം നിന്റെ ഉപകാരപ്രകാരം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നിൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ചരണത്താൽ ഉറപ്പിച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ,
പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃത ജപം. പിതാവായ ദൈവത്തിന് പ്രിയമുള്ള കുമാരി, നിനക്കു സ്വസ്തി. പിതാവായ ദൈവത്തിന് പ്രിയമുള്ള കുമാരി, നിനക്ക് സ്വസ്തി. പുത്രനായ ദൈവത്തിന് മാതാവേ, നിനക്കു സ്വസ്തി. പുത്രനായ ദൈവത്തിന് മാതാവേ, നിനക്കു സ്വസ്തി. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളെ, നിനക്കു സ്വസ്തി. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളെ, നിനക്കു സ്വസ്തി. സൽക്രിയ. ദൈവമാതാവിനെ കുറിച്ച് ഒരു രോഗിയെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കണം. നിത്യമഹോന്നത കന്യകയെ, വിവേകമതിയാം കന്യകയെ, വിശ്രുതയാം സുരകന്യകയെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
സ്വർലോകത്തിൻ ദ്വാരകമേ, പുലർകാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. രോഗമേന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാനവനിരയുടെ രാജ്ഞി, വാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും